നമസ്കാരം, ഞാൻ ദിനേശ് സോബർണിക. നമ്മളെ ഈ ചകിരിക്കട്ട നിങ്ങൾ ഗാർഡനിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ചകിരിക്കട്ട ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ചകിരിച്ചോറ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ആരുടെയെങ്കിലും ചെടികൾക്കൊക്കെ കേട് സംഭവിച്ചിട്ടുണ്ടോ, ചീഞ്ഞു പോയിട്ടുണ്ടോ, അഴുകിപ്പോയിട്ടുണ്ടോ? ഇത് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അറിയേണ്ടത്, ഈ ചകിരിച്ചോറ് നമ്മൾ ഗാർഡനിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ് സ്റ്റെം പ്ലാന്റുകൾക്ക്, ഇളം തണ്ട് പ്ലാന്റുകൾക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടത് പഴക്കം ചെന്ന ചകിരിച്ചോറാണ്. അതായത് ഒരു വർഷം പുറത്ത് കിടന്നിട്ട് പറമ്പിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ട് മഴ പെയ്ത് ഈ ചകിരിച്ചോറ് അഴുകിപ്പോണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കറുത്തൊരു വെള്ളം വരുന്നുണ്ടാവും, ലിഗ്നിൻ എന്ന് പറയുന്നത്. ഇത് വേര് ചീഞ്ഞു പോകാനും കേടുവരാനും ഒക്കെ കാരണമാക്കുന്ന ഒരു സാധനം. ആ കെമിക്കൽ കളയണം. അപ്പോൾ ഒരു വർഷം പറമ്പിൽ കൂട്ടിയിട്ട് മഴ പെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കറ മുഴുവൻ പോയി ആ ചകിരിച്ചോറ് എടുത്തിട്ട് വീണ്ടും അതായത് കമ്പോസ്റ്റായിട്ട് ചേർത്ത് അല്ലെങ്കിൽ ഉണക്കി എടുത്തിട്ട് വേണം നമ്മൾ ഗാർഡനിൽ ഉപയോഗിക്കാൻ. പലപ്പോഴും നഴ്സറികളിലും അതേപോലെ ഇത് സെയിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കാറ് എന്താ വെച്ചാൽ, ഈ നല്ല ഫ്രഷ് ചകിരിച്ചോറ് പാക്കറ്റിലാക്കിയിട്ട് 1 കിലോ 2 കിലോ എന്നൊക്കെ പറഞ്ഞ് വിൽക്കും ഈ മേളകളിൽ, എക്സിബിഷനിലൊക്കെ. ഇത് ആളുകൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യും, അത് കഴുകുക പോലും ഇല്ലാതെ നേരെ അഡീനിയം, ഓർക്കിഡ്, ആന്തൂറിയം ചെടികൾക്കൊക്കെ മറ്റു റോസിനൊക്കെ ഇട്ട് കൊടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചെടി മുഴുവൻ കരിഞ്ഞു പോകും, കേടുവന്നു, വഴുകിപ്പോകും. ഇതിന്റെ കാരണം അതിലുള്ള ലിഗ്നിനാണ്. അപ്പോൾ ഈ ലിഗ്നിൻ കളഞ്ഞ ചകിരിച്ചോറാണ് ഗാർഡൻ പർപ്പസിൽ ഏറ്റവും നല്ലത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ല കമ്പനികൾ, ഇങ്ങനത്തെ ചകിരിക്കട്ട ഇറക്കുന്ന സ്റ്റാൻഡേർഡ് കമ്പനികൾ അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും, ഈസി എന്ന് എഴുതിയിട്ടുണ്ടാവും, ഇലക്ട്രോ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിലുള്ള സാൾട്ടിൻ്റെയും ആ ലിഗ്നിൻ്റെയും ഇതിനനുസരിച്ചാണ് ആ ഈസി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഈസി എന്ന് പറയുന്നത് ലോ ആയിട്ടുള്ളത്, ലോ ഈസി ഉള്ള വാല്യൂ ഉള്ള സാധനമാണ് സോഫ്റ്റ് സ്റ്റെം പ്ലാന്റുകൾക്ക് നല്ലത്. ഹൈ ഈസി ഉള്ള സാധനങ്ങൾക്ക്, ഇപ്പോൾ വലിയ ഇപ്പോൾ റോസ് അല്ലെങ്കിൽ ചെമ്പരത്തി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കമ്പ് സ്റ്റെമ്മ് കുറച്ച് ബലമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കൂടിയതായാലും കുഴപ്പമില്ല, പക്ഷെ അതും കേടാണ്. അപ്പൊ നമ്മൾ മേടിക്കേണ്ടത് ലോ ഈസി സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതില്ല, ഈ വെള്ളത്തണ്ട്, ഈ പോപ്പി, വാട്ടർ പോപ്പി പോലത്തെ അങ്ങനത്തെ കുറെ സാധനങ്ങളല്ലേ, തണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള, അതിനൊക്കെ പെട്ടെന്ന് അഴുകി പോകാൻ സാധ്യത. അപ്പൊ നിങ്ങൾ ഇനി വാങ്ങുമ്പോൾ ഈസി കുറഞ്ഞ ചകിരിച്ചോറ് വാങ്ങണം. ഇനി അല്ല, അതിന്റെ മേലെ സ്റ്റിക്കറിന്റെ മേലെ ഈസി ഇലക്ട്രോ കണ്ടക്ടിവിറ്റി എഴുതിയിട്ടില്ലെങ്കിൽ ഈ ചകിരിച്ചോറ് എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ നന്നായിട്ട് ഒരു ദിവസം കുതിർത്ത് വെക്കുക. വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മണ്ണിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ട്, വെയിലുള്ള സ്ഥലത്ത് നന്നായി കൂട്ടിയിട്ടിട്ട് ആ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മേലെ വെള്ളം തളിച്ച് ഒഴിച്ച് അതിലെ കറ മുഴുവൻ കളഞ്ഞതിന് ശേഷം ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് ഉപയോഗിക്കുക. ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുക, ഇത് പിന്നെ നല്ലോണം ഉണങ്ങിയ ചകിരിച്ചോറാണെങ്കിൽ അതിൽ ലിഗ്നിൻ വളരെ കുറവായിരിക്കും. അല്ല, നമ്മൾ അത് മണ്ണിൽ വെള്ളത്തിൽ കലക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പൊടിച്ചിടുമ്പോൾ തന്നെ കറുത്ത കളർ ഓവറായിട്ട് ഒഴുകി വരികയാണെങ്കിൽ ലിഗ്നിൻ കൂടുതലാണ്. അത് നമ്മൾ മണ്ണിൽ എവിടെയെങ്കിലും കൂട്ടിയിടുക, മണ്ണുമായി ചേർത്തിടുക. പിന്നെ അതല്ലാതെ കമ്പോസ്റ്റിംഗ് പ്രക്രിയയിൽ ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഈ എക്സിബിഷനുകളിൽ നിന്നോ നഴ്സറികളിൽ നിന്നോ പാക്കറ്റായിട്ടുള്ള ചകിരിച്ചോറായിട്ട് കിട്ടുന്ന പാക്കറ്റിലെ സാധനങ്ങൾ മേടിച്ച് നേരിട്ട് സോഫ്റ്റ് സ്റ്റെം പ്ലാന്റുകൾക്ക് ഉപയോഗിക്കരുത്. ഞാൻ പ്രത്യേകിച്ച് അഡീനിയം വളർത്തുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പറയാം, അഡീനിയത്തിന് ഇങ്ങനത്തെ ഫ്രഷ് ചകിരിച്ചോറ് നിങ്ങൾ തീരെ ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചകിരിച്ചോറ് ലിഗ്നിൻ കൂടി ചകിരിച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഗാർഡനിലെ ചെടികൾ ഒരു തരത്തിലും നാശാവാതിരിക്കാനുള്ള അറിവുകൾ നിങ്ങൾ നേടുന്ന പ്രതീക്ഷയോടെ. താങ്ക് യു.